ഹായ്, നമസ്കാരം. ഇന്ത്യയിൽ ഏകദേശം ഒരു 30 മുതൽ 40 കോടി ജനങ്ങൾ, അതായത് ഏകദേശം ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ അതിദാരിദ്ര്യത്തിൽ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതായത് പലരും ഭക്ഷണമില്ലാതെയും പാർപ്പിടമില്ലാതെയും മെഡിക്കൽ ചെലവിനും വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുറച്ച് ശതമാനം ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് മറ്റൊരു ഉദാഹരണമാണ് അഴിമതി ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന നമ്മുടെ പൊളിറ്റീഷ്യന്മാർ. അതായത് പൊളിറ്റിക്കലി ഒരു പദവി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കാശുണ്ടാക്കുക എന്നുള്ള ഒരു സമ്പ്രദായം എന്ന് നിൽക്കുമ്പോൾ അന്ന് എല്ലാം നന്നാവും. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത അനുസരിച്ച് ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിയുടെ ഏകദേശം 27.5% കോടിയുടെ ഷെയറും 377 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയും ED കണ്ടുകെട്ടി എന്ന് പറയുന്നു. അപ്പോൾ ഒരുപാട് പൊളിറ്റീഷ്യന്മാരുടെ ഈ പറയുന്ന പോലെ അനധികൃതമായിട്ട് സമ്പാദിച്ച പണം ED കണ്ടുകെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി എത്ര പേരുടെ കണ്ടുകെട്ടാനുണ്ട്? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? അപ്പോൾ പൊളിറ്റീഷ്യന്മാർ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തുമാത്രം കാശാണ് സമ്പാദിച്ചുകൊണ്ട് പോകുന്നത്. ഈ സമ്പാദിച്ച ഈ കാശ് തന്നെ സർക്കാർ പിടിച്ചെടുത്ത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വികസനത്തിനും അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരുടെ ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാം സ്മൂത്താവും, ഇല്ലേ? അപ്പം ഇനി എന്തുമാത്രം കണ്ടുകെട്ടാനുണ്ട്? അപ്പോൾ ഇനി ഇത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും കള്ളന്മാരുണ്ട്. അതിൽ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന എത്ര പേർ ഈ കാലഘട്ടത്തിലുണ്ടെന്ന് ആർക്കറിയാം?